ഹലോ എവരി വൺ, ഇറ്റ്സ് മീ അനു ഫ്രം ക്ലുക്ലാസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലേ? ഇന്ന് ഞങ്ങൾ പോകുന്നത് ബീഗുഡിയിലേക്കാണ് കേട്ടോ. ബീഗുഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷേ അവിടെ ജാത്ര നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ജാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് ഒരു ദൈവത്തെ എഴുന്നള്ളിക്കുന്ന സംഭവമാണ് ഈ ജാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം കൊണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ദിവസം. ഓൾറെഡി ദൈവത്തെ എഴുന്നള്ളിച്ച് ആ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹനുമാൻ്റെ അമ്പലമാണോ ആരുടെയാണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവർ ഹിന്ദുക്കളായതുകൊണ്ട് അവർ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് മറ്റേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോക്കായിരുന്നു കേട്ടോ. സാധനങ്ങൾ വാങ്ങിയൊന്നുമില്ല, എല്ലാം നോക്കിയും കണ്ടുവന്നു. നമ്മുടെ ഈ ഉത്സവം ഇല്ലേ, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാൾ ഉത്സവം അതുപോലത്തെ ഒരു സംഭവമാണ് ഇവരുടെ ഈ ജാത്ര എന്ന് പറയുന്നത്. ഇവർ ഈ ജാത്രയെക്കുറിച്ച് പറയുമ്പോൾ അവർ ആ പ്ലേസിൻ്റെ കൂടെ ഏത് പ്ലേസിലാണോ ജാത്ര നടക്കുന്നത് ആ പ്ലേസിൻ്റെ കൂടെ ജാത്ര എന്ന് കൂടി പറയും. അപ്പം അതായത് ജസ്റ്റ് ദൈവത്തെ എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടി അത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഉത്സവമൊക്കെ പോലെ തന്നെ. അപ്പം ഞങ്ങളവിടെ ചെന്നു, അതൊക്കെ കണ്ടു. പിന്നെ എല്ലാ ഷോപ്പിലും കയറി ചുമ്മാ നോക്കി, കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു തട്ടിക്കട പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ നിന്ന് എന്താ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപ്പടും പിന്നെ ഗോബി മഞ്ചൂരിയാണ് കേട്ടോ കഴിച്ചത്. ഗോബി മഞ്ചൂരിക്കും പാപ്പടിനും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. കുറച്ച് കഴിച്ചിട്ട് എടുത്ത് കളയായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ തപ്പി ചെന്നപ്പോൾ ഒരു പാവേനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പാവേനെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ആകാശത്തൊട്ടിൽ കണ്ടോ, എൻ്റെ ദൈവം എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ജെയിൻറ്റ് വീൽ, ഞങ്ങൾ ജെയിൻറ്റ് വീലാണ് കേട്ടോ ചൂസ് ചെയ്തത്. അത് നമുക്ക് കുറച്ചിട്ട് സേഫായിട്ട് തോന്നി, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും എനിക്ക് പേടിയാണ്, പക്ഷേ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിലൊന്ന് കയറിയതാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ഓർമ്മയില്ല എന്ത് പറയണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. അതിൽ കയറിയിട്ട് ഞാൻ മൊത്തം സ്തുതിയായിരുന്നു. കർത്താവിനെയും മാതാവിനെയും ഈശോവിനെയും ഒക്കെ വിളിച്ച് കരച്ചിലായിരുന്നു ഞാൻ. കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയായിപ്പോയി. കാരണം നല്ല സ്പീഡിൽ പോവുകയാണേ. അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ താഴെ വീഴുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. എൻ്റെ കൂടെയുള്ള കൊച്ചിൻ്റെ കാലം മുറുക്കെ പിടിച്ചിരിക്കുമായിരുന്നു. അയ്യോ, ആ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ടെൻഷനായിട്ട്. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.